ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളുടെ നാടായ മേലെ കൊളക്കാട് എന്ന സ്ഥലത്തുള്ള വീട്ടിൽ കൊടിമരമുണ്ട്. ആ കൊടിമരത്തിനുണ്ട് ഒരു പവർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാവിനൊരു അസറുണ്ട് എന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളാണ് ജനങ്ങൾ ഇവിടെ നമ്മളെ കണ്ട് നേരിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ജനങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇതിൽ യഥാർത്ഥമുണ്ടോ എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പോയി നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദവനാട് എന്ന സ്ഥലത്ത് നമുക്ക് വരുന്നത്, ഈ ഉമ്മക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു. അതായത് ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിക്കാൻ 9 വർഷമായി ആ രോഗം ഉണ്ടായിട്ട്. കൊടക്കാട് വന്നു, കൊടിമരത്തിൽ പിടിച്ചു, 11 മജ്‌ലിസ് നിയ്യത്ത് ചെയ്തു. 5 മജ്‌ലിസിൽ എത്തിയപ്പോഴേക്കും 99% ആ രോഗം മാറി. അതാ കൊടക്കാട്ടപ്പ് മണ്ണ് പൊന്ന് എന്ന് പറഞ്ഞത്. മാത്രമല്ല തങ്ങൾ പാപ്പാന്റെ നാവിനുമുണ്ട് അസർ. സലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കുന്ന നാവിനും അത് ചൊല്ലുന്ന വീടിലും ആ ചൊല്ലുന്ന പരിസരങ്ങളിലും അതിൻ്റെതായ പവർ കൊടുക്കും. അതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? രോഗം ഒരാൾക്കും കൊടുക്കാതിരിക്കുമാറാവട്ടെ. നമുക്കെല്ലാം ആ രോഗത്തെ തൊട്ടുള്ള കാത്തു രക്ഷിക്കുമാറാവട്ടെ. സന്തോഷവും സമാധാനവും നമുക്ക് നൽകട്ടെ. കയറിലും വർക്കത്തിൽ നമ്മൾ കുടുംബങ്ങളെ ലോകത്തിലാക്കി തരുമാറാവട്ടെ. ഒന്ന് പറയും ചലിക്കാനും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇതുപോലെ ഫളൽ പറയാം. അല്ലാഹു അതിൽ പറയാൻ ഇങ്ങോട്ട് നോക്കി, എത്തിമക്കുള്ള സ്വർണം ഒരു നിയ്യത്താക്കിയത്. അതാ ഈ മോന്റെ എന്താ വിഷയം എന്നറിയോ? ഇയാളെ ജ്യേഷ്ഠന് ജോലി ഇല്ലാതെ കുറെ ബുദ്ധിമുട്ടായി. ജ്യേഷ്ഠൻ വന്നിരുന്നു നമ്മുടെ ജ്യേഷ്ഠൻ ഇവിടെ വന്നിരുന്നു. തങ്ങളുപ്പാനെ കണ്ടു. തങ്ങളുപ്പാക്ക് ഒരു സ്വഭാവമുണ്ട്, ഒറ്റയടിക്ക് അത് ശരിയാവുന്ന പറഞ്ഞു. അപ്പൊ അതാ ശരിയായിട്ടാ അപ്പൊ തന്നത്. ഒരു തീർച്ചയാക്കിയിരുന്നു. ശരിയായി കഴിഞ്ഞാൽ ഞങ്ങള് ഒരു സ്വർണ്ണ മോതിരം ഞങ്ങൾ എത്തിമകൾ കൊടുക്കുമെന്ന് നിയത്താക്കിയ സംഗതി ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചു. അനിയന വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, അവർക്ക് നല്ല ജോലിയായി ഇപ്പൊ ആ ജോലിക്ക് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തുൽ ഫാത്തിഹന്റെ അഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് അവരെ ജോലിയിൽ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആമീൻ. ആ ജോലിയിൽ നല്ല ബർക്കത്ത് അല്ലാഹു ചൊരിയുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുപ്പാകും കുടുംബത്തിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവിടുത്തെ നാവിന് ഇനിയും ഇതുപോലത്തെ അസറിന് അല്ലാഹു വീണ്ടും വീണ്ടും അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും അതുപോലെ തന്നെ ഓരോ കാര്യകാരണങ്ങളായി വന്നുകൊണ്ട് പറഞ്ഞ അവിടുത്തെ ഒരു അസർ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഈ സ്വർണ്ണാഭരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യതീം മക്കൾക്ക് ഏത് യതീമാണോ ധരിച്ച് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അത് കാരണമായിട്ട് ഇവരുടെ ജ്യേഷ്ഠൻ അല്ലാഹു നല്ല സൗകര്യവും സുഖവും സന്തോഷവുമുള്ള റാഹത്തുമുള്ള ഒരു ജോലി വർദ്ധനവ് ഇനിയും നൽകുമാറാവട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു തക്ബീർ ചൊല്ലണം. അത് ചൊല്ലാതിരിക്കാൻ പറ്റൂല. എല്ലാവരും ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ സ്വർണ്ണാഭരണത്തിന് പകരം നാളെ നിന്റെ ജന്നാത്തുൽ നഈമിൽ വരുന്ന സമയത്ത് ഈ കുടുംബത്തിന് ഇതിലേറെ സ്വർണ്ണങ്ങൾ ആഭരണങ്ങൾ അണിയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് കാരണമായി അവരെല്ലാ പ്രയാസങ്ങളും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മൾക്കും ഇതുപോലുള്ള പ്രയാസങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്നല്ല എവിടത്തേക്കും പോകേണ്ട ഒരു അവസ്ഥ നീ തരല്ല റഹ്മാനേ. ഞങ്ങൾ ശരീരത്തിലുള്ള മുഴുവൻ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ആമിനായ ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങളൊക്കെ ദറജകൾ നീ ഉയർത്തി തരണം തമ്പുരാനെ. എല്ലാ പ്രയാസത്തിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവസാനം നിന്റെ ജന്നാത്തിന്റെ അഴിമിൽ ഞങ്ങളെ എല്ലാവരും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.
മകനെ കൊണ്ട് ഉപകരിക്കുക എന്നുള്ളത് ഒരു ഉമ്മയാകുന്ന 9 മാസം 10 ദിവസം 9 ദിവസത്തെ ഉമ്മയുടെ ഭാഗ്യമാണ്. ഒരു മകൻ നന്നായി കിട്ടുക എന്നുള്ളത്. എന്നാൽ ഈ മകന് വളരെ ബുദ്ധിമുട്ടോടുകൂടെ വളരെ പ്രയാസത്തോടുകൂടെ നടക്കുന്ന ഒരു മകനായതുകൊണ്ട് ആ ഉമ്മ വളരെ കണ്ണീരോടുകൂടെ ഇവിടെ തങ്ങളുപ്പാനിൽ ഓടി വന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയാണ്, എന്റെ മോന് ഒരു മോളുമായിട്ട് അവിഹിത ബന്ധത്തിലാണ്. അഥവാ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പ്രേമത്തിന്റെ പ്രയാസത്തിലായിട്ട് ഉമ്മ വളരെ സങ്കടത്തോടുകൂടെ. കാരണം ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് മകൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉമ്മ സലാത്തുൽ ഫാത്തിഹയുടെ മജ്‌ലിസിൽ നിന്ന് നിയ്യത്താക്കി, പടച്ചറബേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധം എന്റെ മകനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിൽ നിയ്യത്താക്കി മജ്‌ലിസിൽ ഇരുന്ന്. മാത്രമല്ല തങ്ങളുപ്പാന്റെ അടുത്ത് വളരെ സങ്കടത്തോടുകൂടെ വന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ആ ബന്ധം മുറിഞ്ഞു പോകും, അത് ഇല്ലാതെയാകുമെന്ന് തങ്ങളുപ്പാന്റെ നാവ് കൊണ്ട് അവിടുന്ന് പറഞ്ഞിരുന്നു. പടച്ചറബേ അവിടുത്തെ നാവ് കൊണ്ട് നമുക്കും നാളെ ഇതുപോലെ ഒരു കാര്യകാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിവാകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്കും എന്ന് നമ്മളുടെ ഇടയിൽ കൂടെ ഒരു താങ്ങും തണലും അത്താണിയുമായി തങ്ങളുപ്പാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നീ കൊടുക്കണേ അല്ലാഹ്. മാത്രമല്ല ആ മകന്റെ ആ അവിഹിത ബന്ധം തങ്ങളിപ്പോ പറഞ്ഞതുപോലെ അതിൽ നിന്നും മോചിതമായി. ഇപ്പൊ പ്രയാസമില്ല. മാത്രമല്ല ആ മകൻ ഇപ്പൊ ഗൾഫിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗൾഫിൽ പോയി ആ മകൻ ആ ഉമ്മാനെ നല്ലവണ്ണം നോക്കാനും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ അത് റാഹത്തായി അവരുടെ കല്യാണത്തിനും മറ്റുള്ളവർക്ക് കൂടാൻ എല്ലാത്തിനൊക്കെ അള്ളാഹു റാഹത്താക്കി ആ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അവരെന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ അള്ളാഹു സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അതാണ് സലാത്തുൽ ഫാത്തിഹന്റെ ഫദ്ൽ എന്ന് പറയുന്നത്. പടച്ചറബ് എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവരും അവർക്ക് വേണ്ടി ആ മകന്റെ നന്മയ്ക്ക് വേണ്ടി ആ ഉമ്മാക്ക് ആ മകനിൽ നിന്ന് നന്മ കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു സലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. ഈ ഉമ്മയും ഉപ്പയും ഈ മകളെ കൊണ്ട് വളരെ വിഷമത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൂറെ ഹബീബ് മുത്തുമണികളുടെ സലാത്തുൽ ഫാത്തിഹന്റെ അക്കുജ ബർക്കത്തുകൊണ്ട് തങ്ങളുപ്പാനെ ഇവിടെ വന്ന് കണ്ടു. 7 മാസമായി ആ അസുഖം. ഈ കയ്യില് ഒരു അസുഖം ഉണ്ടായിരുന്നു ഈ കുഞ്ഞുമോൾക്ക്. ആ അസുഖം കാരണം വളരെ വിഷമത്തില്. തങ്ങളിപ്പോ പറഞ്ഞു ഇനി അങ്ങനെ ഒരു അസുഖം ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഇപ്പോ അതിനുശേഷം ഇപ്പൊ അവർക്ക് ആ കുട്ടിക്ക് ആ ഒരു പ്രശ്നമില്ല. ആ കുട്ടി അവിടെ ഉണ്ട്. ആ കയ്യിലിപ്പോ ഒരു കുഴപ്പമില്ല. അതാണ് സലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാല്. ആ 2 നേരം മജ്‌ലിസിൽ ഇരിക്കാൻ കേൾക്കുക. മാത്രമല്ല ആ കുട്ടിക്ക് വേറെ സ്വഭാവം ഉണ്ടായിരുന്നു. സ്കൂളിലേക്കും മദ്രസക്കും തീരെ പോകൂല. മനസ്സിലായില്ലേ? ഇപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു? സ്കൂൾക്കും മദ്രസക്കും പോകാനുള്ള തീരുമാനമായി, പോകാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ് അത് റാഹത്തായി. മറ്റൊരു കാര്യം, എത്ര ഫദ്ലറിയോ ആ ഉമ്മ നിയ്യത്താക്കി അത് ഇരുന്നിട്ട് എത്ര ഫദ്ലറിയോ? 3 ഫദ്ലാണ്. 3ാമത്തെ കാര്യം, ആ മോള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് കത്തി, മടാള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആയുധങ്ങള്, ഇതൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഒരു പ്രയാസവും ആ കുട്ടിനായിട്ട് ഇല്ലാന്നാ പറഞ്ഞവര്. അതാണ് തങ്ങളിപ്പോ പറഞ്ഞത്, ആ കുട്ടിക്ക് ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതാണ് അവിടുത്തെ സലാത്തുൽ ഫാത്തിഹന്റെ ഫദ്ൽ. അതാണ് അവിടുത്തെ നാവിന്റെ അസർ. ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് നാവിന്റെ അസർ. സലാത്തുൽ ഫാത്തിഹന്റെ ഫദ്ൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റി കൊടുത്തു. ഇനി ഒരു പ്രയാസം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. മാത്രമല്ല അവർ ഇൻഷാ അല്ലാഹ് യതീമക്കൾക്ക് ഒരു മോതിരം എന്ന സ്വർണം നീർച്ചയാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് അവിടെ എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അത് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആ കുഞ്ഞു മോളിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രയാസം അല്ലാഹു ഇല്ലാതിരിക്കട്ടെ. നമുക്ക് നാളെ ഫദ്ൽ പറയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാ പ്രയാസവും അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടി ആ കുഞ്ഞുമോളെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സുരക്ഷിതത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു തക്ബീർ എന്റെ കൂടെ ചെല്ലണം. ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ ചെല്ലുന്നത് നമ്മൾ പറയുന്നത് അല്ലാഹു സ്വീകരിക്കട്ടെ. ആ കുഞ്ഞിമോളിൽ നിന്ന് നല്ലത് മാത്രം അല്ലാഹു അവർക്ക് പ്രതീക്ഷ നൽകുമാറാവട്ടെ. ഇനി ഇതുപോലത്തെ ഒരു പ്രതീക്ഷയും അല്ലാഹു അവർക്ക് ഇല്ലാതിരിക്കുമാറാവട്ടെ. പടച്ചറബ് ഖൈറും ബറക്കത്തും നല്ല വിദ്യാഭ്യാസവും ഇൽമൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്കും ഇതുപോലെ നാളെ ഫദ്ൽ പറയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.